ഒത്തിരി ക്രൈം വാർത്തകൾ തന്നെ രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അതിലിപ്പം ഒരെണ്ണം തിരുവനന്തപുരം മംഗലപുരത്ത് കുത്തേറ്റ് ചികിത്സയിലായിരുന്ന അയാൾ മരിച്ചു എന്നുള്ളതാണ്. തോതയ്ക്കൽ പാട്ടത്തിൽക്കര സ്വദേശിയായ താഹയാണ് മരിച്ചത്. അയൽവാസി റാഷിദാണ് താഹയെ കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതി റാഷിദ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. ഈ സംഭവം ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവം ഉണ്ടായി. വീട്ടിനകത്ത് വന്നു ആദ്യം വീട്ടിനകത്ത് കയറി ഈ താഹയെ പിടിച്ച് അടിക്കാൻ നോക്കി. അപ്പോൾ താഹയും അയാൾ അതിനെ ചേർത്തു. അപ്പോൾ അയാൾ കയ്യിലേക്ക് വെച്ചിരുന്ന കത്തിയെടുത്ത് വയറ്റിൽ കുത്തുകയായിരുന്നു. അപ്പോൾ കുത്തും കൊണ്ടുകൊണ്ട് താഹ മുകളിലത്തെ നിലയിലേക്ക് കയറിയപ്പോൾ അവിടെ പോയി പെണ്ണിന് പിറകെ പോയി അയാളെ കുത്തുകയാണ് ഉണ്ടായത്. രക്തം ഇവിടെ വീണ്ടും തലം കെട്ടി കിടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ഹാൻസ് ജോണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ചികിത്സയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് താഹ. എന്താണ് പോലീസ് പറയുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? സേതുലക്ഷ്മി, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ താഹ മരണപ്പെടുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ താഹയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ചികിത്സയിലിരിക്കുകയാണ് മരണം. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഈ തോന്നയ്ക്കലുള്ള താഹയുടെ വീട്ടിലേക്ക് ഈ റാഷിദ് കടന്നു വരികയും പിന്നീട് ഇദ്ദേഹത്തെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ താഹയുടെ ഭാര്യ നൂർജഹാൻ ഇത് തടയാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് വീടിൻ്റെ മുകൾ നിലയിലേക്ക് താഹ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിന്നിട്ട് പോയ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയ റാഷിദ് താഹയെ മുകളിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഏകദേശം 4ഓളം കുത്തുകളാണ് വയറിലുണ്ടായത്. ഗുരുതരമായ പരിക്കായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഹയെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനിടെ ചികിത്സയിലിരിക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെയോടെ മരണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സംഭവശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാഷിദിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പോലീസിന് മംഗലപുരം പോലീസിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ റാഷിദ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. താഹയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ഈ റാഷിദിന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് അദ്ദേഹം സമ്മതിക്കാത്തതിലുള്ള വൈരാഗ്യം മൂലമാണ് താൻ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് കടന്നതെന്നാണ് റാഷിദ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സേതു, ശരി ഹാൻസ്. തിരുവനന്തപുരം മംഗലപുരത്താണ് കുത്തേറ്റ് ചികിത്സയിലിരുന്നയാൾ മരണപ്പെട്ടിരിക്കുന്നത്. ഹാൻസ് ജോണാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകി.